പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി ആയിരിക്കുന്നിടങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 145-ാം സങ്കീർത്തനം 15-ാം വാക്യം. സാംസ് 145 വേഴ്സ് 15 നാം ഇപ്രകാരം വായിക്കുന്നു: എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ദാവീദിൻ്റെ ധന്യമായ ഒരു സങ്കീർത്തനം. ദാവീദ് ഇസ്രയേലിൻ്റെ 2ാമത്തെ അഭിഷിക്തനായ രാജാവാണ്. പക്ഷേ ദാവീദ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് എൻ്റെ ദൈവമായ രാജാവേ എന്ന് വലിയ രാജാതി രാജാവായ ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. താൻ ഒന്നുമില്ല, ഏതുമില്ല, സ്വർഗത്തിലെ ദൈവമാണ് സകലത്തിൻ്റെയും അധിപൻ. ദൈവം തന്നെ തൽക്കാലം ഈ ഇസ്രയേൽ ജനതയെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ വലിയ രാജാവായ ദൈവത്തിന് മഹത്വം കരയറ്റിക്കൊണ്ട് ഓരോ വാക്യങ്ങളും പറയുകയാണ്. വേദനയിൽ, ക്ഷീണത്തിൽ, പ്രയാസത്തിൽ ഇരിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയെയും വിശ്വസ്തതയും ഈ സങ്കീർത്തനത്തിൽ പറയുകയാണ്. എല്ലാവരുടെയും കണ്ണ് ദൈവത്തെ നോക്കിയിരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് നോക്കാൻ ഒരിടമുണ്ട്, നമുക്ക് പറയാൻ ഒരാളുണ്ട്, നമുക്ക് ചെല്ലാൻ ഒരു സന്നിധിയുണ്ട്. ഇതിൽ പരം ഉറപ്പ് ഈ ലോകത്തിൽ എന്താണ് വേണ്ടത്? അനേകർ ഒറ്റപ്പെടുന്നു, ഏകാന്തത, ഡിപ്രഷൻ, പ്രതികൂലം, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു. എന്നാൽ ഒരു ദൈവ പൈതലിന് ധൈര്യത്തോടെ പറയാം, ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവം, എൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, എൻ്റെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം, എന്നെ അറിയുന്ന ഒരു ദൈവം. അതെ, അതാ ദാവീദ് പറഞ്ഞത്, എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ജീവജലം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണ് ആരെയാണ് നോക്കുന്നത്? പ്രിയ പിതാക്കന്മാരെ, അമ്മമാരെ, നിങ്ങളുടെ ആൺമക്കളെയാണോ നോക്കുന്നത്? ജോലിയുള്ള പെൺമക്കളെയാണോ നോക്കുന്നത്? അതോ സഹോദരങ്ങളെയാണോ നോക്കുന്നത്? ദേശത്തിലെ പൗരപ്രമുഖനെയാണോ നോക്കുന്നത്? അല്ല, രാഷ്ട്രീയ നേതാക്കന്മാരെയാണോ? അയൽവക്കത്ത് സാമ്പത്തികമായും സാംസ്കാരികമായും മുന്നിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളിനെയാണോ? പാടില്ല. നമുക്ക് നോക്കാൻ ഒരിടമുണ്ട്. നമ്മൾ നോക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്. ആ കണ്ണിലേക്കൊന്ന് നോക്കിയാൽ പ്രിയമുള്ളവരെ, പിന്നെ ആരുടെയും മുഖത്ത് നോക്കാൻ തമ്പുരാൻ അനുവദിക്കുകയില്ല. കാരണം തൽസമയത്ത് സകലർക്കും ആഹാരം കൊടുക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതെ, എനിക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകുന്ന ഒരു ദൈവം. ഇന്ന് നിങ്ങൾ എന്ത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? നിങ്ങളുടെ മകൻ്റെ വിവാഹമോ, മകളുടെ വിവാഹമോ, കുടുംബജീവിതത്തിൽ തലമുറയുടെ ആവശ്യമോ, നിയമപ്രശ്നങ്ങളോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? ചില മാനസിക സംഘർഷങ്ങൾ കൂടെ കടന്നു പോകുന്നോ? ഒറ്റപ്പെട്ട ജീവിത അനുഭവമോ? അടുപ്പിച്ചടുപ്പിച്ച് മാറി മാറി ഓരോരോ രോഗങ്ങളാൽ നിങ്ങൾ തളർന്നിരിക്കുന്നോ? മരുന്ന് കഴിച്ചിട്ടൊന്നും അത് പ്രയോജനമില്ലാതെ സങ്കടപ്പെടുന്നോ? പ്രിയ മാതാപിതാക്കളെ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? സകല പ്രശ്നത്തിനും തക്ക സമയത്ത് ആഹാരം, വിടുതൽ, സൗഖ്യം, സമാധാനം, അനുഗ്രഹം, നന്മ നിങ്ങൾക്ക് വേണ്ടത് നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ചെയ്യേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, അവൻ്റെ കണ്ണിലോട്ട് നോക്കണം. ആ സ്വർഗീയ പിതാവിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ ഹല്ലേലൂയ, ഒരിക്കലും ലജ്ജിക്കപ്പെടുവാൻ കഴിയുകയില്ല. നമ്മളെ ലജ്ജിപ്പിക്കാനും നമ്മുടെ അനുഗ്രഹത്തെ തടയാനും പലരും നമുക്ക് ചുറ്റുമുണ്ട്. അതൊന്നും ഒരു ദൈവപൈതലിൻ്റെ വിഷയമല്ല. കാരണം ഞാൻ നോക്കുന്നത്
ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്കാ. ആ മുഖത്തേക്ക് നോക്കിയോ നിശ്ചയമായും നാമും നമ്മുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് തൽസമയത്ത്, വേണ്ട സമയത്ത്, അതെ തക്ക സമയത്ത്, ഒരു സെക്കൻഡ് പോലും മുൻപേയുമല്ല പിൻപേയുമല്ല, നമുക്ക് വേണ്ടുന്നത് നമ്മൾ അറിയിക്കുന്നതിന് മുമ്പേ അറിയുന്ന സ്വർഗത്തിലെ ദൈവം നിശ്ചയമായും നമ്മുടെ വിഷയത്തിൽ ഇടപെടും. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ, കുടുംബ വിഷയത്തിൽ, ജോലി വിഷയത്തിൽ, ആരോഗ്യ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ, നിയമവിഷയത്തിൽ ഭാരപ്പെട്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ദൈവവചനം കേൾക്കുന്നുണ്ടോ? ആരോടും പറയാത്തത്, ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തത്, മനസ്സിൽ ഒറ്റയ്ക്ക് കൊണ്ടു നടക്കുന്ന നീറുന്ന അനുഭവം, പ്രിയ ദൈവമക്കളെ, നോക്കാനൊരിടമുണ്ട്, പറയാനൊരാളുണ്ട്. ഇന്ന് ഈ പ്രഭാതം ആ തമ്പുരാനെ നോക്കിക്കൊണ്ട് ആത്മാർത്ഥതയോടെ ഹൃദയം തുറക്കുക. നിശ്ചയമായും തക്ക സമയത്ത് വിടുതലയക്കുന്ന ഈ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ദൈവങ്ങൾ കൊണ്ട് പൊതിയട്ടെ. നിശ്ചയമായും നിങ്ങളുടെ തക്ക സമയത്ത് തമ്പുരാൻ ഹല്ലേലൂയ ദൂതനെ അയക്കും, ആളിനെ അയക്കും, വഴിയൊരുക്കും. അതെ, പ്രതികൂലത്തിന്റെ മധ്യേ ദൈവ അനുകൂലകനായി പുത്തൻ വഴി തുറക്കും. നാം നോക്കുമ്പോൾ ചെങ്കടൽ ഹുങ്കാര ശബ്ദത്തോടെ ഒഴുകുകയാ. പക്ഷേ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അതിന് അടിയിൽ കൂടെ തൻ്റെ ജനത്തിന് പോകാനുള്ള ഒരു വലിയ പാത കാണുകയാ. നമ്മൾ കാണാത്തത്, നമ്മൾ ചിന്തിക്കാത്തത്, നമ്മൾ അറിയാത്തത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ ദൈവം ഇന്ന് പകൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയട്ടെ. അതിന് ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ആ കണ്ണിലേക്ക്, ആ മുഖത്തേക്ക്, ആ പാദപീഠത്തിലേക്ക് അടുത്ത് ചെല്ലുക. നിശ്ചയമായും നമ്മെ കൈവിടുകയില്ല, തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല, കുറ്റപ്പെടുത്തുകയില്ല, കളിയാക്കുകയില്ല. ചേർത്ത് പിടിച്ച് മകനെ, മകളെ, നിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നിശ്ചയമായും അനുഗ്രഹിക്കും. ആ അനുഗ്രഹം പ്രാപിപ്പാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം, ആ വിളി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയുടെ അടുത്തു വരാം. തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പുത്തൻ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ കണ്ണ് അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഒരിക്കലും മറ്റ് കണ്ണുകളിലേക്ക് നോക്കുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് വേണ്ട സമയത്ത് ഒരുക്കി തരുന്ന ഒരു ദൈവം ജീവിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ അവിശ്വാസവും ഞങ്ങളുടെ വെറുവെറുപ്പും ഞങ്ങളുടെ സംശയമൊക്കെ മാറ്റി അങ്ങയിൽ മാത്രം ആശ്രയിച്ച് ഓരോ ചൂടും വെക്കുവാൻ സഹായിക്കണം. ഇന്നത്തെ ദിനം വിടുതലിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ പരിപാലിക്കണമെന്ന് ഇന്ന് പകൽക്കാലം നിന്റെ ശക്തി അറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, അങ്ങയുടെ തേജസ് അറിഞ്ഞുകൊണ്ട് ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപ എല്ലാവരുടെ മേലും പകരണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. നിശ്ചയമായും നമുക്ക് വേണ്ടത് ആര് വഴിയാ, ഏതുവഴിയാ, എങ്ങനെയാ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. തമ്പുരാൻ തൽസമയത്ത് വേണ്ടത് തരും. അത് പ്രാപിച്ച് അനുഭവിച്ച് നന്ദിയുള്ളവരായി, സ്തോത്രമുള്ളവരായി, സാക്ഷ്യമുള്ളവരായി കർത്താവിനെ ഉയർത്തുവാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.